നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകർ, എല്ലാവർക്കും വാരഫലത്തിലേക്ക് സ്വാഗതം. ഇവിടെ വാരഫലത്തിൽ നാം ചർച്ച ചെയ്യുന്നത് 1200 കർക്കിടക മാസം 14-ാം തീയതി മുതൽ 2025 ജൂലൈ 30-ാം തീയതി മുതൽ ഉള്ള ഒരു വാരത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. ഇവിടെ നാം വാരഫലത്തിൽ ചർച്ച ചെയ്യുമ്പോൾ ഗ്രഹസ്ഥിതികൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കണം. നാം ഈ വാരഫലം ചർച്ച ചെയ്യുമ്പോൾ അത്തം നക്ഷത്രത്തിലാണ്, കന്നിരാശിയിലാണ് ചന്ദ്രനുള്ളത്. മറ്റ് വിശേഷിച്ച് ഗ്രഹങ്ങൾക്ക് വലിയ സ്ഥാനചലനങ്ങൾ ഒന്നുമില്ല. ശുക്രൻ മിഥുനത്തിലേക്ക് ശക്തമായി വന്നു കഴിഞ്ഞു, ചൊവ്വയും കന്നിരാശിയിലേക്ക് വന്നു കഴിഞ്ഞു. അതിനാൽ നാം ചർച്ച ചെയ്യുന്ന ഈ വാരഫലം ശുഭാശുഭങ്ങൾ മേടം മുതൽ മീനം വരെയുള്ള 12 രാശിക്കാർക്ക് എപ്രകാരം അവരെ സ്വാധീനിക്കുന്ന ശുഭാശുഭ ഫലങ്ങൾ പ്രദാനം ചെയ്യുന്നുവെന്ന വിഷയമാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ യൂട്യൂബ് ചാനൽ ഡോക്ടർ മാരാർജിയിലേക്ക് സുസ്വാഗതം. ഉത്രാടം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, തിരുവോണം അവിട്ടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹം. ഇവിടെ മകരൻ രാശിക്കാർക്ക് രാശിയിൽ ഗ്രഹങ്ങളിൽ 2-ൽ രാഹു, 3-ാം ഭാവത്തിൽ ശനി, 6-ാം ഭാവത്തിൽ ഗുരുശുക്രന്മാർ, 7-ാം ഭാവത്തിൽ സൂര്യൻ ബുധൻ, അഷ്ടമത്തിൽ കേതു, 9-ാം ഭാവത്തിൽ ചൊവ്വ ചന്ദ്രൻ. ഇങ്ങനെയാണ് ഗ്രഹസ്ഥിതി. ഇവിടെ കുറേ കൂടി മകരൻ രാശിക്കാർക്ക് ആ ചൊവ്വയുടെ അഷ്ടമഭാവത്തിൽ നിന്നും 9-ാം ഭാവത്തിലേക്കുള്ള മാറ്റം അത് ചന്ദ്രനോടുകൂടി നിൽക്കുന്നു. അതൊരു നല്ല രാജയോഗത്തെ പ്രദാനം ചെയ്യും, ഒരു ലക്ഷ്മി യോഗം പ്രദാനം ചെയ്യും. റിയൽ എസ്റ്റേറ്റ് കച്ചവടം, ഭൂമി കച്ചവടം, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, ഇതുമായി ബന്ധപ്പെടുന്ന വ്യക്തികൾക്ക് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ഒരു മാസക്കാലത്തോളം ഉണ്ടായ വല്ലാത്ത അരക്ഷിതാവസ്ഥ മാറി നന്നായി മുന്നോട്ട് പോകുവാനുള്ള സമയം വരും. വിദേശത്തുള്ളവർക്ക്, റിയൽ എസ്റ്റേറ്റ് കൊണ്ട് കളിക്കുന്നവർക്ക് വലിയ സൗഭാഗ്യങ്ങൾ വരും. ഭൂമി ഡെവലപ്പ് ചെയ്യാം, ഭൂമി സംബന്ധമായ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരായവർക്ക് വളരെ അനുകൂലമായ ഒരു സമയമാണ്. ആ ലക്ഷ്മി യോഗം പ്രദാനം ചെയ്യും. അതിനാൽ സഞ്ചരിക്കുക, വിദേശത്തേക്ക് പോവുക, തൻ്റെ വ്യാപാര തന്ത്രങ്ങൾ കെട്ടിപ്പടുക്കാൻ വളരെ അനുകൂലമാണ് ഇപ്പോഴത്തെ യോഗം. പ്രത്യേകിച്ച് വീട്, വാഹനം, ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഗ്രഹമാണ് ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നത്. അതിനാൽ ഒരു ലക്ഷ്മിത്വം ഭൂമിപരമായ വിഷയത്തിലായാലും വാഹന വിഷയത്തിലായാലും തന്നെ വളരെയധികം ഗുണമാകും. പലർക്കും ഈ സമയത്ത് വളരെയധികം നല്ല കോൺട്രാക്റ്റുകൾ ലഭിക്കുന്നതാണ്. ജോലി ലഭിക്കും, ലോജിസ്റ്റിക്സ്, അപ്രകാരം ഫുഡ് ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെടുന്ന ജോലി പ്രവർത്തിക്കുന്നവർക്ക്, കാറ്ററിംഗ്, ഹോട്ടൽ വ്യവസായങ്ങൾ ചിന്തിക്കുന്നവർക്ക് ഈ സമയത്ത് വളരെ അനുകൂലമാണ്. 9-ാം ഭാവത്തിൽ ചൊവ്വ കാറ്ററിംഗ് പ്ലാനറ്റാണ്. ജലവുമായി ബന്ധപ്പെടുന്ന ഏത് വ്യാപാരത്തിനും വളരെ ഗുണം വരും. മകരൻ രാശിക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ദശമേ കുരംഗവർഗേ ജലപണ്യധനഃ, വെള്ളം വിറ്റ് കാശുണ്ടാക്കുമെന്നാണ്. അതിനാൽ ജ്യൂസ് കച്ചവടക്കാർ മുതൽ ഹോട്ടൽ ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ മത്സ്യക്കച്ചവടക്കാർ, ഇവർക്കൊക്കെ തന്നെ വളരെ അനുകൂലമായ ഒരു സമയം പ്രദാനം ചെയ്യും ഈ ഒരു വാരം. അതിനായി ഉത്സാഹിക്കുക. 6-ാം ഭാവത്തിൽ ശുക്രനും വ്യാഴവുമുണ്ട്. അമൃതിൽ കുളിച്ച ശത്രുക്കൾ ഉണ്ടാകും. ശത്രു സംബന്ധമായ ബുദ്ധിമുട്ടുകൾ വളരെയധികം വരും. അതിനാൽ സദാ ദാനവ്യജ്ഞേ സുധാസിക്ത ശത്രു, അമൃതിൽ കുളിച്ച ശത്രുവുണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മക്കൾക്ക് വേണ്ടി വലിയ കാശും മുടക്കും. എന്നിട്ട് മക്കൾ പലപ്പോഴും ആ കാശിൻ്റെ വില അറിയാതെ അവർ തിരിച്ചു വരിക. പഠനത്തിന് പോയ കുട്ടികൾ തിരിച്ചു വന്ന് ബുദ്ധിമുട്ടുണ്ടാക്കും മാതാപിതാക്കൾക്ക്. അല്ലെങ്കിൽ കുട്ടികളുടെ പഠനം മുടങ്ങും, പഠനത്തിൽ ധാരാളം ക്ലേശങ്ങൾ വരും, പഠനം പൂർത്തീകരിക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്ന ദിനങ്ങളാണ്. കാരണം 6-ാം ഭാവത്തിൽ ബുദ്ധിമതിയായ ശുക്രൻ 6-ൽ നിൽക്കുന്നു. അപ്പോൾ പഠനപരമായ വിഷയത്തിൽ വലിയ ബുദ്ധിമുട്ടുകൾ വരും. ധനപരമായ വിഷയത്തിൽ ഒരു അനുകൂല സ്ഥിതിയുണ്ട്. കാരണം 6-ാം ഭാവം ഉപജയഭാവമാണ്. അവിടെ 6-ൽ ശുഭഗ്രഹങ്ങൾ വരുമ്പോൾ വസമൽ ശശാങ്കാൽ, 2 ശുഭഗ്രഹം വരുമ്പോൾ വസുമദ്യോഗമുണ്ട്. അതിനാൽ ധനപരമായ വിഷയത്തിൽ പല കാര്യങ്ങൾക്കും അനുകൂലമായ അവസ്ഥ മകരൻ രാശിക്കാർക്ക് സംജാതമാകുന്നതാണ്. ഇവിടെ ശത്രുദോഷം നിർബന്ധമായും വെള്ളിയാഴ്ച ഗണപതിക്കൊരു നാളികേരം അടിക്കുക. അപ്രകാരം തന്നെ വെള്ളിയാഴ്ച ഭദ്രകാളി ക്ഷേത്രത്തിൽ ശത്രുസംഹാര കുരുതി അല്ലെങ്കിൽ രക്തപുഷ്പാഞ്ജലി, കടുംപായസം, ശത്രുസംഹാര മുട്ട് നാളികേരം കൊണ്ട് ചെയ്ത് ദോഷങ്ങൾക്ക് പരിഹാരം കാണണം. സന്താന വിഷയത്തിലാണ് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത്. യാത്രയ്ക്ക് വളരെ അനുകൂലമാണ്. യാത്രയിലൂടെ വിദേശത്തേക്ക് യാത്രായോഗം വരും. അത് ലോജിസ്റ്റിക്സ് ആകാം, കൊറിയർ ആകാം, ഷിപ്പിംഗ് ലൈനാകാം, മർച്ചൻ്റ് നേവി ആകാം, നേവൽ ബേസ്ഡ് ടെക്നീഷ്യൻസ് ആകാം. ഇവർക്കൊക്കെ തന്നെ വളരെയധികം അനുകൂലമാണ്. പറഞ്ഞ പ്രാർത്ഥനകൾ ചെയ്താൽ മകരൻ രാശിക്കാർക്ക് വളരെ പെട്ടെന്ന് തന്നെ അനുകൂലമായ മാറ്റങ്ങളുണ്ടാകും. ഒരു സംശയവുമില്ല. നന്ദി, നമസ്കാരം.